إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന മതമാണ് ഇസ്ലാം. അത് തിരിച്ചറിയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതും അസ്സലാഹ്, നമസ്കാരമാകുന്നു. സിലത്തുൻ, ബന്ധം എന്ന അർത്ഥം വരുന്ന വാക്കുകളിൽ ഒന്നാണ് അസ്സലാഹ്. അഥവാ അടിമകളും അവരുടെ സ്രഷ്ടാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ആരാധന എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, പണ്ഡിതന്മാർ വിശദീകരിച്ചു, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അസ്സലാഹ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികൾ ദുനിയാവിൻ്റെ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുകയും അള്ളാഹുവുമായിട്ട് ഹൃദയത്തെ ശക്തമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന മുഹൂർത്തമാണത്. അതുകൊണ്ടാണ് അതിനെ അസ്സലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഅദ്ദിനിനോട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, യാ ബിലാൽ അഖിമിസ് സ്വലാഹ് അരിഹ്നാ ബിഹാ. ബിലാൽ, ഇഖാമത്ത് കൊടുക്കൂ, നമസ്കാരത്തിനു വേണ്ടിയുള്ള ആഹ്വാനം നിർവഹിക്കൂ, അതിലൂടെ നമുക്ക് സമാധാനം നൽകൂ എന്നാണ്. അരിഹ്നാ ഫീഹ എന്നല്ല പറഞ്ഞത്, നമസ്കാരത്തിൽ സമാധാനം എന്നല്ല പറഞ്ഞത്, അരിഹ്നാ ബിഹാ, നമസ്കാരം കൊണ്ട് റാഹത്ത്, നമസ്കാരം കൊണ്ട് സമാധാനം. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സിന് ശാന്തി ഉണ്ടാകുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത്. അഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന വ്യക്തി എന്തെന്നില്ലാത്ത സമാധാനവും ശാന്തിയും അനുഭവിക്കുന്നു. റഹ്മാനായ റബ്ബിനോട് തൻ്റെ ഹൃദയത്തെ ബന്ധിപ്പിച്ച സുരക്ഷിതത്വം അയാൾക്കുണ്ടാകുന്നു. അപ്പോഴാണത് യഥാർത്ഥ നമസ്കാരമായി തീരുന്നതും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കുന്നവരാകുന്നു അവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തെ നാം അതിൻ്റെതായ ഗൗരവത്തിൽ കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുവാൻ നാം തയ്യാറാവുകയും വേണം. നമസ്കാരത്തിന്
അതിൻ്റെതായ ഗൗരവം ഒരാൾ മനസ്സിൽ കരുതിയാൽ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അടയാളങ്ങൾ ആ വ്യക്തിയിൽ കാണാമെന്നാണ്. സ്വഹീഹായ ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅൽ അദാൻ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വസബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി എഴുന്നേറ്റിരുന്നു. അതിന്റെ ഷറഹിൽ കാണാം, വുളു എടുക്കുവാനും പള്ളിയിലേക്ക് പോകാനുമുള്ള തിരക്കായിരുന്നു റസൂലുള്ളാഹിക്ക്. കാരണം എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ് വിളിച്ചു പറയുന്നത്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അത് മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റു എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി, മറ്റ് എല്ലാ തിരക്കുകളും ഒഴിവാക്കി, എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബത വിളിക്കുന്നു, ഹയ്യ അലസ് സ്വലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് റബ്ബ് വിളിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് പള്ളിയിലേക്ക് ധൃതി കാണിക്കാതിരിക്കാൻ പറ്റുക? അങ്ങനെ അവർ പള്ളിയിലേക്ക് ഒരുങ്ങുകയാണ്. ശേഷം അവർ വുളു എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു വ്യക്തി വുളു എടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ അവയവങ്ങൾ മാത്രമല്ല വൃത്തിയാകുന്നത്, ഹൃദയവും പാകപ്പെടുകയാണ്. കാരണം അത്യുന്നതനായ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ തവദ്ദഅ അർ-റജുലു ഫഅഹ്സന വുളൂഅ, ഒരു വ്യക്തി ഏറ്റവും നന്നായി വുളു എടുത്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന് അയാൾ ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു പോകുന്നതാണ്. ഹത്താ തഖ്റുജ തഹ്ത അദ്ഫാരിഹി, അയാളുടെ നഖങ്ങൾക്ക് ഉള്ളിലൂടെ വരെയുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ ശരീരം ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു. വലിയ റഹ്മാനായ റബ്ബിന്റെ മുന്നിലുള്ള വലിയ ഒരു സംഭാഷണത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥയാണത്. മാത്രമല്ല, അതിനുശേഷം ആ വ്യക്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിച്ചാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. അതിൽ ഏതിലൂടെ വേണമെങ്കിലും ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും പ്രവേശിക്കാനുള്ള അർഹത നേടിക്കഴിഞ്ഞു. ആ ദുആ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ നടത്തുകയാണെങ്കിൽ, വുളു മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ, അതിനുശേഷമുള്ള പ്രാർത്ഥന ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയും കടക്കാൻ അയാൾ അർഹത നേടി എന്നാണ് ആ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരുന്നത്. അതിനുശേഷം റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ അയാൾ തയ്യാറാവുകയാണ്. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, ആദമിന്റെ മക്കളെ, നിങ്ങൾ ഓരോ നമസ്കാര സന്ദർഭത്തിലും നിങ്ങളുടെ അലങ്കാര വസ്ത്രം ധരിക്കേണ്ടതാണ്. ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം. അതോടൊപ്പം നിങ്ങളിൽ ദുർഗന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, ആദമിന്റെ മക്കൾക്ക്, മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത ഗന്ധങ്ങൾ മലക്കുകൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും എന്നിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ പള്ളിയിലേക്ക് പോകണം. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടാൽ പിന്നെ അലൈഹി സക്കീനതു വൽ വഖാർ, പിന്നെ ഓടാൻ നിൽക്കരുത്. സക്കീനത്തും വഖാറും വേണം. സമാധാനത്തോടുകൂടി അടക്കത്തോടുകൂടി നമസ്കാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം പള്ളിയിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മസ്ജിദ്. ആ മസ്ജിദിലേക്കാണ് ഞാൻ കയറുന്നത് എന്ന ബോധത്തോടുകൂടി വലതുകാല് വെച്ച് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, റഹ്മാനായ റബ്ബേ, നിന്റെ കാരുണ്യത്തിന്റെ മുഴുവൻ വാതിലുകളും നീ എനിക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതിനുശേഷം നമസ്കാരം തുടങ്ങിയാൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേരിൽ അറിയപ്പെടുന്ന, അഥവാ ഞാനിനി ഇഹ്റാമിലാണ്, എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇനി ഞാൻ വെള്ളം കുടിക്കില്ല, എന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ അയാൾക്ക് മറുപടി പറയില്ല, ആരോടും ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല, എൻ്റെ നോട്ടം ഇനി സുജൂദിലേക്കായിരിക്കും, സലാം വീട്ടുന്നത് വരെ ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി കൈകെട്ടുന്നു. കാരണം റഹ്മാനായ റബ്ബിനോടുള്ള സംഭാഷണം ആരംഭിക്കുകയാണ്. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു,
അദ്ദേഹം വുളു എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറുമായിരുന്നതാണ്. അതുവരെയുള്ള മുഖമല്ല. പിന്നെ ആളുകൾ ചോദിച്ചു, എന്താണ് വുളു എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിനൊരു മാറ്റം? അദ്ദേഹം ചോദിച്ചു, വലാ തദ്റൂൻ ബൈന യദൈ മൻ അഖും വമൻ ഉനാജി, ഞാൻ ആരുടെ മുന്നിൽ നിൽക്കാനാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? ഏതൊരു റബ്ബിനോടാണ് ഞാൻ സംഭാഷണം നടത്താൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? ഗൗരവമുള്ള ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വഖാർ, ഒരു ഭയം, അത് റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണല്ലോ. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഫാത്തിഹ ഓതി തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് എൻ്റെ റബ്ബ് ഇപ്പോൾ പറയുന്നുണ്ട് എന്ന ബോധം അയാൾക്കുണ്ടാകണം. റഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വല്ലാതെ ധാരാളമായി സ്തുതിച്ചിരിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബ് പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിനുശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള തൗഹീദിന്റെ ഖരാറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖരാറാണ്. അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുമെന്ന് പ്രഖ്യാപിച്ച എൻ്റെ അടിമ ഇനി എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകുമെന്ന് റഹ്മാനായ റബ്ബ് പറയുമെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പറയും, ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെന്റെ അടിമക്കുള്ളതാണ്, ആ ചോദിച്ചതിന് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നതാണ്. ഈ നിലക്ക് റഹ്മാനായ റബ്ബിനോട് അടിമകൾ ആ റബ്ബിനെ സ്തുതിക്കുകയും ആ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ച് റഹ്മാനായ റബ്ബും നമ്മോട് സംഭാഷണം നടത്തുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി, ആ ഗൗരവ ചിന്തയോടുകൂടിയായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമസ്കാരത്തിൽ നിൽക്കേണ്ടത്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا